ഗാസയും ഹമാസും വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഹമാസ് പൂർണ്ണമായും ആയുധം താഴെ വയ്ക്കണമെന്നാണ് US ആവശ്യപ്പെടുന്നത്. ഇസ്രായേലും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇതിനായി 60 ദിവസത്തെ സമയമാണ് US ഹമാസിന് നൽകിയിരിക്കുന്നത്. ഈ 60 ദിവസത്തിനിടയിൽ പൂർണ്ണമായും ആയുധം താഴെ വെച്ച് കീഴടങ്ങണമെന്നാണ് US-ന്റെ ആവശ്യം. എന്നാൽ ഹമാസ് ഈ ആവശ്യം നിരാകരിച്ചിരിക്കുകയാണ്. പ്രമുഖ മാധ്യമമായ അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 60 ദിവസത്തിനുള്ളിൽ നിരായുധരായില്ലെങ്കിൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിന്റെ ഭീഷണി ഹമാസ് തള്ളിക്കളഞ്ഞു. അത്തരമൊരു ആവശ്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ മഹ്മൂദ് മർദാവി അൽ ജസീറയോട് പറഞ്ഞു. US നേതൃത്വത്തിലുള്ള സമാധാന പദ്ധതിയുടെ ഭാഗമായ നിരായുധീകരണം ഒഴിവാക്കാൻ ഹമാസ് ശ്രമിക്കുന്നതായി ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ആയുധം ഉപേക്ഷിക്കാൻ ഇസ്രായേൽ ഹമാസിന് 60 ദിവസം നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഈ സമയത്തിനുള്ളിൽ നിരായുധീകരണത്തിന് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ ഗാസയിൽ സൈനിക നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു മുതിർന്ന അഡ്വൈസർ വ്യക്തമാക്കി. റൈഫിളുകൾ കൈവശം വയ്ക്കാൻ ഹമാസിന് അനുമതി നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ നിരായുധീകരണ പ്രക്രിയയുടെ ഭാഗമായി ഹമാസ് ചെറിയ ആയുധങ്ങൾ ഉൾപ്പെടെ ഉപേക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. പിന്നാലെയാണ് വിശദീകരണവുമായി ക്യാബിനറ്റ് സെക്രട്ടറി യോസി ഫ്യൂസ് എത്തിയത്. സമ്പൂർണ്ണ നിരായുധീകരണത്തിന് ട്രംപ് ഭരണകൂടം ഹമാസിന് 60 ദിവസം നൽകിയിട്ടുണ്ടെന്നും അതിനെ ഇസ്രായേൽ സർക്കാർ ബഹുമാനിക്കുകയാണെന്നും ഫ്യൂസ് പറഞ്ഞു. 60 ദിവസത്തെ കാലയളവ് എപ്പോൾ ആരംഭിക്കുമെന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് ഫ്യൂസ് വ്യക്തമാക്കി. പക്ഷേ വ്യാഴാഴ്ചത്തെ ബോർഡ് ഓഫ് പീസ് കോൺഫറൻസോടെ സമയപരിധി ആരംഭിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സമയപരിധിക്കുള്ളിൽ ഹമാസിന് റൈഫിളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആയുധങ്ങളും ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. AK-47 തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പൂർണ്ണമായും ഹമാസിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങാൻ US-ന്റെ നേതൃത്വത്തിൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ രഹസ്യമായി ഹമാസ് ആയുധങ്ങൾ ശേഖരിക്കുന്നതായി പ്രമുഖ മാധ്യമമായ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസ് സീക്രട്ട്ലി സ്റ്റോക്ക് പൈലിംഗ് സിവിലിയൻ വെപ്പൺസ് ഇൻ ഗാസ എന്ന തലക്കെട്ടോടെയാണ് ടൈംസ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനിടെ ഇസ്രായേലിലെ KN ന്യൂസിനെ ഉദ്ധരിച്ച് ഒരു റിപ്പോർട്ട് കുറച്ചുനാൾ മുമ്പ് ജെറുസലേം പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഹമാസ് രഹസ്യമായി ആയുധങ്ങൾ ശേഖരിക്കുന്നതായാണ് ഈ റിപ്പോർട്ടും പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും യമനിലും ഹമാസിനോട് അനുഭാവം പുലർത്തുന്ന മറ്റ് രാജ്യങ്ങളിലും ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് KN ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിൽ US-ന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കണം. സമ്പൂർണ്ണ നിരായുധീകരണമാണ് കരാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെ ഹമാസ് ലംഘിക്കുകയാണെന്നാണ് KN ന്യൂസിൻ്റെയും ഇപ്പോൾ ടൈംസിൻ്റെയും റിപ്പോർട്ടുകൾ പറയുന്നത്.